രമണോ, എൻ്റെ അച്ഛൻ പരമേശ്വര മാഷി പുലിയാണ്ടോ. സംഘർഷ മേഖലകളിലല്ലേ വീട് വീടാന്തരം കയറി ഇറങ്ങി സമാധാനത്തിന്റെ സുപ്രപതാക പറപ്പിച്ചത്. എടോ സുപ്രപതാക അല്ല, ശുഭ്ര പതാക. ആ പതാക പറച്ചത് എങ്കിലുണ്ടല്ലോ മീനുവിന്റെ ഉപ്പയ പുലിസിംഹം. എല്ലാരുടെ മുമ്പിൽ നെഞ്ചുരിച്ചേർന്ന ആരാ? അസനരാജി. ആഹാ, അപ്പൊ എൻ്റെ അച്ഛനും മാമിനോടൊപ്പം നല്ല ടേംസിലായ സ്ഥിതിക്ക് എൻ്റെ മനസ്സിലുള്ള ഓളോട് തുറന്ന് പറഞ്ഞോളാ. എന്റെ ബഷീറെ, പ്രണയം അങ്ങനെ തുറന്നു പറയാനുള്ളതല്ല, പിന്നെ മൂടി വെക്കാനുള്ളതാ. എടോ അത് അനുഭവിപ്പിക്കണം. അതനുഭവിക്കുമ്പോണ്ടല്ലോ മനസ്സിന്റെ തന്ത്രങ്ങളിൽ എന്തുണ്ടാവും? അനുരണനങ്ങളുണ്ടാവും. അരണകളാ എന്നുവെച്ചാ? എടോ അങ്ങനെ വെച്ചാ ഈ വീണക്കമ്പികളിൽ മയിൽപ്പീലി കൊണ്ട് തഴുകുമ്പോൾ ഉണ്ടാകുന്ന സുഖം പിന്നെ പിന്നെ ഒരു നേരം കണ്ടില്ലെങ്കിലുണ്ടല്ലോ ഉണ്ണാനോ ഉറങ്ങാനോ പറ്റാത്ത അവസ്ഥയാകും. ആ അവസ്ഥ ആയാൽ ലോകത്തുള്ള ഒരു ശക്തിക്കും അവരെ പിരിക്കാൻ പറ്റില്ല. ഈ മലയാള സാഹിത്യം പഠിക്കുന്നതിന്റെ ഗുണം കാണാനുണ്ടല്ലോ. കാണുന്നില്ലല്ലോ. ആരാ? അല്ല, ഈ നിലാവ് അതിവിടെ തന്നെ. നമ്മൾ കുറച്ച് വടക്കുന്ന് വരിക. ഹിമാലയത്തിൽ നിന്ന്? അത്രക്കൊന്നും പോണ്ട. ഇവിടെ മണ്ടത്തോട് അങ്ങനെ 1.5 കിലോമീറ്റർ പോയാൽ മതി. പിന്നെ നമ്മൾ എന്താ ഇത്രയും ദൂരം വന്നെന്ന് വെച്ചാൽ നമ്മളെ മരുമോളെ നിക്കാഹാണ്. അതായത് എന്റെ പെങ്ങളെ മോളെ. അത് ഈ 26-നാണ്. അത് നിങ്ങളൊക്കെ വേണം. അല്ല, അതിന് നമ്മള് തമ്മില് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ വേണം. നിങ്ങളെ ഈ ഒപ്പനയും കളിയൊക്കെ വേണം. നിങ്ങൾ ഉദ്ഘാടനത്തിന്റെ പാട്ടും കളിയൊക്കെ സിറ്റി ടിവിയിൽ കണ്ടപ്പോ മുതൽ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരേ പുടിവാസി. ഒപ്പനക്ക് നിങ്ങളെ തന്നെ ബുക്ക് ചെയ്യണം. അതേതായാലും നന്നായി. പഴയ കാലത്ത് ബന്ധത്തിലും സ്വന്തത്തിലൊക്കെ പെട്ട പെൺകുട്ടികളാണല്ലോ പാട്ടുകളിയൊക്കെ. ഇപ്പൊ ഒക്കെയും പരിഷ്കാരമായില്ലേ. നേരം കിട്ടിയ മൊബൈലിലും കുത്തി ഏതെങ്കിലും മൂലൊക്കെ പോയിരിക്കും. ആട്ടെ, എങ്ങനെയാണ് നമ്മളെ റേറ്റ്? അല്ല, അത് ഒരു മിനിറ്റേ. നമുക്കൊരു 10,000 പറയാം. 10,000 പറഞ്ഞാൽ ആയിക്ക വേണ്ടെന്ന് പറഞ്ഞു പോയാലോ? ഇത് എത്ര പറഞ്ഞാലും ആയിക്ക കുറയ്ക്കും. പിന്നെന്താണ്? ഇതെന്താ ഇത്ര ആലോചിക്കാൻ? അല്ല, ഇത്ര ദൂരമുള്ള സ്ഥിതിക്ക്. എന്ത് ദൂരം? ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. നിങ്ങളാ റേറ്റ് പറയും. ഇതിന്റെ പകുതിക്കാണെങ്കിലും നമുക്ക് ഒക്കും. മുതലാവൂലേക്ക. കളിക്കണ കുട്ടികള്, ഓർക്കസ്ട്ര, മെയിൻ ആയിട്ട് പാടുന്ന കുട്ടി, സൗണ്ട് എഞ്ചിനീയർ ഒക്കെ ചെലവല്ലേക്ക. നിക്കാഹിന് ഈ ഒപ്പനയും കളി മാത്രം പോരല്ലോ. ബിരിയാണി, നെയ്ച്ചോറ്, പന്തല്, സ്വർണം, ഇതിൽ എവിടെ കുറക്കും? നിങ്ങൾ പറയും. ഇക്കൊന്നിനും കുറയ്ക്കണ്ട. നമ്മുടെ ഒപ്പനയും കളിയും വേണ്ടെന്ന് ചോദിച്ചു. അല്ല ബഷീറേ, അനുരണനം ഉണ്ടാക്കാൻ കിട്ടിയ അവസരം ഉണ്ടാവും. ഇക്ക വരും. ഈ നോക്കിക്കോ. അതെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട. ഒരു 30-ന് ഉറപ്പിക്കുകയാണെങ്കിൽ അഡ്വാൻസ് ഇപ്പൊ തരാം. എത്ര? 30,000. ഇനി നിങ്ങൾ ഇത് തെറ്റിക്കരുത്. സമ്മതിക്കും കുട്ടികളെ. ഇക്ക ഇത്രയും ദൂരം മോഹിച്ചു വന്നല്ലേ രമണ, ചെറിയൊരു റിഡക്ഷൻ കൊടുക്കാം. ഈ പറഞ്ഞാ കൊടുക്കാം. പക്ഷെ ഇക്ക ഈ തുക പുറത്താരോട് പറയുന്നു? നമ്മൾ ആരോട് പറയാൻ? ഇതാ അഡ്വാൻസ് 5,000. അഡ്വാൻസ് അല്ലല്ലോ, വിശ്വാസം. അതല്ലേ എല്ലാം. അതല്ലേ. പന്ത്രണ്ടാം താഴിൽ നിന്നും
നമ്മോടൊപ്പം ചേരുന്നു. എന്തൊക്കെയുണ്ട് 12 ഏറ്റവും പുതിയ വിവരങ്ങൾ? സുർജിത്ത്. രാജേഷ്, 12 രണ്ട് മതവിഭാഗത്തിൽപ്പെട്ട 2 പേർക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. ഷഫീഖ് എന്ന യുവാവും അശോകൻ എന്നയാളുമാണ് 2 ആശുപത്രികളായുള്ളത്. ഷഫീഖ് അടയ്ക്ക പറിക്കുന്ന തൊഴിലാളിയാണ്. പണിക്കിടെ ചായ കുടിക്കാൻ കടയിലേക്ക് പോകുമ്പോൾ ഒരു സംഘം ആളുകൾ വടിവാളും ഇരുമ്പുവയ്പ്പുകളുമായി വന്ന് ഷഫീഖിനെ ആക്രമിക്കുകയായിരുന്നു. ഇടവഴിയിൽ ചോര വാർന്നു കിടന്ന ഷഫീഖിനെ അരമണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാനായതെന്നാണ് പ്രദേശവാസികൾ അറിയിച്ചത്. തലയ്ക്കും നെഞ്ചിനും വെട്ടേറ്റ ഷഫീഖ് ഇപ്പോൾ KM ഹോസ്പിറ്റൽ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. സുർജിത്ത്, പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ? രാജേഷ്, അടുത്ത കാലം വരെ മതസൗഹാർദ്ദത്തിന് ഇന്ത്യക്ക് തന്നെ വളരെ മാതൃകയായിരുന്ന ഒരു പ്രദേശമായിരുന്നു 12 എന്ന ഈ എറണാടൻ ഗ്രാമം. മാസങ്ങൾക്ക് മുമ്പ് നിസ്കാര പള്ളിക്ക് മുന്നിൽ ഒരു പടക്കം പൊട്ടിയതിൽ നിന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. 12 2 ബറ്റാലിയൻ ആംഡ് പോലീസ് അയക്കാൻ ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറഞ്ഞു പോരും. എന്നെ പേടി വരുന്നേട്ടാ. നേരിട്ട് കാണുമ്പോൾ പറയാലോ. പുറക്കകത്തുണ്ടാവോ? പുറക്കകത്തേ മാഷേ, മാഷേ. ഓ, അപ്പൊ മാഷ് തോൽവി സമ്മതിച്ചു, മീശ എടുത്തു. മാഷിന്റെ ബോധവൽക്കരണം കാരണം 2 കുഞ്ഞു കുട്ടികൾക്ക് അച്ഛനില്ലാതാവാൻ പോണത്. അശോകന്റെ നില ക്രിട്ടിക്കലാ. നേതൃത്വം കൊടുക്കുന്നവരും ആഹ്വാനം ചെയ്യുന്നവരും അല്ലല്ലോ, പാവപ്പെട്ട നിരപരാധികളല്ലേ ഇരകളാവുന്നത്. മാഷേ, ഒരു തർക്കത്തിനല്ല ഞങ്ങൾ വന്നത്, ഒരു കാര്യം അറിയിക്കാനാ. മാഷിന്റെ മോൻ കണ്ടവന്റെ തിണ്ണനിറങ്ങി പാട്ടും മാർഗങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണമെന്ന് പറയാനാ. ഇല്ലെങ്കിൽ ഓന്റെ കാല് ഞങ്ങൾ വിട്ടു. ചതിച്ചു രമണ, എല്ലാം പോയി.